പ്രിയമുള്ളവരെ, യെശയ്യാവിൻ്റെ പ്രവചനം 61-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സുകൾക്ക് സ്തുതിയുടെ മേലങ്കി നൽകുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞൊരുത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവ ആരാധനയിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരിക. തളർന്ന മനസ്സുകളെ ദൈവം സ്തുതിയുടെ മേലങ്കിയാൽ ഉണർത്തുമെന്നും അവരുടെ തളർച്ചയെ സ്തുതിയും ആരാധനയുമായി ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും ദൈവസ്തുതിയിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്നത്. ആ ബോധ്യത്തോടെ വലതുരുത്തെന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊന്ന് ചേർന്ന് കർത്താവിനെ പാടി ആരാധിച്ച് ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ജേക്കബ് മാത്യുവിനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പോവുകയാണ് നാം. നമ്മോടൊപ്പമുള്ള കർത്താവിനെ നാം ഒന്ന് ചേർന്ന് ഈ സമയങ്ങളിൽ ആരാധിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മെ അനാഥരായി വിടുകയില്ലാത്ത, നമ്മെ അനാഥരായി വിടുന്നില്ലാത്ത ഒരു ദൈവം നമുക്കുണ്ട്. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. എന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മെ തള്ളിക്കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനം ഇങ്ങനെ പറയുകയാണ്: ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അഗ്നിയിലൂടെ നടക്കുന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നദികൾ കടക്കുമ്പോൾ അതൊരിക്കലും നിന്നെ മുക്കിക്കളയുകയില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട. നമ്മൾ വീണ്ടും ഈ വചനം ഇങ്ങനെ ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അഗ്നിയിലൂടെ നടക്കേണ്ട, അഗ്നിയിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലുണ്ടാകാം. അഗ്നിയിലൂടെ നടന്നു പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു ദൈവ പൈതൽ ഭയപ്പെടേണ്ട എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാവാം. ഒരുപക്ഷെ ഇപ്രകാരമായിരിക്കാം ജീവിതത്തിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ അനേകര് ഇങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്, സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ കൂടെയുള്ള ദൈവത്തെ, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, സമുദ്രത്തിലൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്, നദിയിലൂടെ നീ കടന്നു പോകുമ്പോൾ അതൊരിക്കലും നിന്നെ മുക്കിക്കളയുകയില്ല.
പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ, ഒരുപക്ഷെ നിരാശപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ, ഒറ്റപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ, കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നീ ഭയപ്പെടരുത്, നീ തളർന്നു പോകരുത്. മറിച്ച് നിന്നെ ഇപ്പോഴും കരുതുന്ന, നിന്നെ അനുഗ്രഹിക്കുവാൻ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. ആ നല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്താം. ഇരു കരങ്ങളെയും ഒന്ന് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ലാത്ത, ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ലാത്ത ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് എവിടത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും വിട്ടുന്നതുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ജീവിതത്തിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്കൊന്നും ചേർന്ന് ആരാധിക്കാം. കരങ്ങളടിക്കാം ശക്തമായി. കരമൊന്ന് ഉയർത്തിയടിച്ച്, എല്ലാവരും കരമൊന്ന് ഉയർത്തിയടിച്ച്. തളരരുതേ മനമേ, ആമേൻ. ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ശക്തമായ കരങ്ങളടിച്ച് മനമേ സ്തുതിക്കാം. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. എല്ലാ ആകുലതകളിലേക്ക് വീശുകളഞ്ഞവരും ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളരരുതേ മനമേ, ബോധ്യത്തോടെ ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കാത്തിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളെയും നമുക്കൊന്ന് ഉയർത്താം. അവരുടെ സന്നിധിയിൽ ഇരു കരങ്ങളെയും ഉയർത്തി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ തകർന്നുപോയ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകള്, കണ്ണുനീരിന്റെ അവസ്ഥകള്, മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങള്, ആ മേഖലകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിനെ വീണ്ടും നമ്മൾ ആരാധിക്കുന്നു. നമുക്ക് ഓർക്കാം, ചെങ്കടലിന്റെ മധ്യയെ വഴി തുറക്കുവാൻ, ചെങ്കടലിന്റെ മധ്യയെ വഴി തുറക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ അടഞ്ഞുപോയ വഴികളെ തുറന്നു തരുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നല്ല ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ചെങ്കടലിൽ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് ഇരുവശത്തേക്ക് വന്ന കരങ്ങളടിച്ച് സ്വാതന്ത്ര്യത്തോടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തോടെ ആത്മാവിൽ ചേർന്ന് പാടി ആരാധിക്കാം.
ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, നീ പതറിപ്പോകരുത്. ചെങ്കടൽ നേരെ കൈ നീട്ടു, നിന്റെ ദൈവം ഇറങ്ങി വരും. ആമേൻ, ആമേൻ. വഴികൾ തുറന്നു തരും. പുതിയ വഴികൾ തുറന്നു തരുവാൻ കഴിവുള്ള ദൈവം. കരമുയർത്തിയടിക്കാം. തളരരുതേ മനമേ, എല്ലാ തളർച്ചകളും മാറട്ടെ. പറഞ്ഞാലാകും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഒരിക്കൽ കൂടി ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇരു കരങ്ങളെ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ പരിപരിധി യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇനി മുമ്പോട്ട് എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇത് കൊടുക്കാം. മുൻപിലേക്ക് നോക്കുമ്പോൾ ശൂന്യത മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് എങ്കിൽ പ്രിയമുള്ളവരെ ഓർക്കുക, ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ നീരുറവ തുറന്ന ഒരു ദൈവം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആ നല്ല ദൈവത്തെ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് അവിടേക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇരുളടഞ്ഞു പോയ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളെ സമർപ്പിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ അവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാൻ വേണ്ടോ? മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, നീ കരയരുത്. ഹാഗാറിന് വേണ്ടി ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും. ഉറവയെ തുറന്നു തരും. നിനക്ക് വേണ്ടി ഉറവയെ തുറക്കുന്നവൻ. ആമേൻ. കരമുയർത്തിയടിക്കാം. തളരരുതേ മനമേ, തളർന്നു പോകാതെ ആകുലമോ അരുതേ. സ്തുതിക്കുക. പറഞ്ഞാലാകും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ആമേൻ. പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മളിപ്പോൾ എന്നെ ആര് സഹായിക്കുമെന്നോർത്ത് ഒരുപക്ഷെ തളർന്നു നിൽക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ നമുക്കുണ്ടെങ്കിൽ അവയെല്ലാം ഈ സമയങ്ങളിൽ കർത്താവിനായിട്ട് കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ അവിടുത്തെ ആരാധിക്കുകയാണ്. ഇരു കരങ്ങളെ നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, നാം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ഏലിയാവിന് കാക്കയിലൂടെ അപ്പം കൊണ്ട് കൊടുത്തൊരു ദൈവം ഈ രാത്രിയിൽ എന്റെയും ജീവിതത്തിൽ ഇടപെടും. എന്റെയും ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിക്കാൻ വേണ്ടും. കെരീത്തിന്റെ താഴ്വരയിൽ നീ വിശന്നിരുന്നോ മനമേ, പാടിക്കേ. ആകാശത്തിലെ പറവയിലൂടെ അപ്പം കൊണ്ടുതരും ദൈവം വിളമ്പിത്തരും. ബോധ്യത്തോടെ ചേർന്ന് ആമേൻ.
സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തിയടിച്ച് കരങ്ങൾ ഉയർത്തിയടിക്കാം എല്ലാവർക്കും. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. ചേർന്ന് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. സ്തുതിച്ചിടുക മനമേ. ആമേൻ ആമേൻ. സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ. സ്തുതിച്ചിടുക മനമേ. ഇരു കരങ്ങളെയും ഉയർത്തി, ഇരു കരങ്ങളെയും ഉയർത്തി സർവശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളെ, രോഗത്തിന്റെ അവസ്ഥകള്, കണ്ണുനീരിന്റെ അവസ്ഥകള്, ഒറ്റപ്പെടലിന്റെ വേദനകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ആരാധിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നിലവിളി കേട്ട് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന ദൈവമേ, ഇന്നും ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്നവനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഒരു നിമിഷം കൂടി നമുക്ക് നിൽക്കാം. പ്രിയമുള്ളവരെ, ദൈവവചനം നമുക്ക് ഓർക്കാം. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. പ്രിയമുള്ളവരെ, എത്രയോ പ്രത്യാശ നൽകുന്നൊരു വചനം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ജീവിത സാഹചര്യങ്ങളെ നോക്കി കണ്ണുനീർ തൂകുകയല്ല. ജീവിതത്തിൽ പതറിപ്പോവുകയല്ല, നിരാശപ്പെട്ടു പോവുകയല്ല. മറിച്ച് ഇനിയും പണിതുയർത്തുവാൻ കഴിയുന്ന, നിനക്കിനിയും ജീവൻ നൽകുവാനായിട്ട് കഴിയുന്ന, പ്രത്യാശയിലേക്ക് നിന്നെ നയിക്കുവാൻ കഴിയുന്ന ആ സർവശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ട്, ആ സർവശക്തനായ ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിക്കുന്നു. ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ നമുക്ക്. ചെങ്കടൽ പിന്നിട്ട മുന്നിലേ ജോർദാൻ കടന്നിടുമേ. പ്രത്യാശിക്കണം നമ്മള്. ചെങ്കടൽ പിന്നിട്ട മുന്നിലേ ജോർദാൻ കടന്നിടുമേ. കടലിനു മീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. അവൻ നമ്മുടെ കൂടെയുണ്ട്. കടലിനു മീതെ നടന്നവൻ നമ്മെ മറുകര കാട്ടിത്തരും. മറുകര